റെസ്റ്റോറന്റുകളിലും ഹൈപ്പർ മാർട്ടുകളിലും മാളുകളിലുമൊക്കെ പലപ്പോഴും നമ്മൾ മൊബൈൽ നമ്പർ നൽകാറുണ്ട്. എന്നാൽ വമ്പൻ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഇത്തരത്തിൽ നൽകുന്ന ഫോൺ നമ്പറുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മൊബൈൽ നമ്പറുകൾ പലപ്പോഴും നമ്മുടെ ബാങ്ക് UPI അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത നമ്പറുകളാകും. അതുകൊണ്ട് തന്നെ ആധാർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, വ്യക്തിഗത വിവരങ്ങൾ ഈ നമ്പറുകൾ വഴി നേടിയെടുക്കുവാനും അതുവഴി പല വെട്ടിപ്പുകൾ നടത്തുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും മാളുകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊന്നും പ്രധാനപ്പെട്ട ഫോൺ നമ്പർ കൊടുക്കരുതെന്ന് പൂനെ സപ്ലൈ ഓഫീസും മുന്നറിയിപ്പ് നൽകുകയാണ്. കേരള പോലീസും സാങ്കേതിക വിദഗ്ധരുമൊക്കെ പലപ്പോഴായി ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ പ്രവണത നിലനിൽക്കുന്നുണ്ട്, തട്ടിപ്പുകൾ അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. അതിനാലാണ് ഈ റിപ്പോർട്ട്. എന്തൊക്കെ സുരക്ഷാ വീഴ്ചകൾ ഇത്തരത്തിലൂടെ സംഭവിക്കുമെന്നതും എന്തൊക്കെ തരം തട്ടിപ്പുകളാണ് ഈ മൊബൈൽ നമ്പർ നൽകുന്നതിലൂടെ അരങ്ങേറുന്നതെന്നും മനസ്സിലാക്കാം. SMS-ലൂടെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കോളുകളിലൂടെയും തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ക്രിമിനലുകൾക്ക് ഈ നമ്പറുകൾ എളുപ്പത്തിൽ കൈക്കലാക്കാനാകും. മാത്രമല്ല, ഇത്തരത്തിൽ നൽകുന്ന നമ്പറുകൾ വ്യക്തിയുടെ സമ്മതമില്ലാതെ പങ്കിടുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ജില്ലാ സപ്ലൈ ഓഫീസ് പുറത്തിറക്കിയ ഈ മുന്നറിയിപ്പിൽ പറയുന്നു. ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ അവരുടെ അറിവില്ലാതെ മൂന്നാം കക്ഷികളുമായി പങ്കിടുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ക്രിമിനൽ നടപടി നേരിടേണ്ടി വരും. അതിൽ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും വരെ ഉൾപ്പെടുന്നു. ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറൻറ്റുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ എന്നിവയുൾപ്പെടെ മിക്ക വാണിജ്യ സ്ഥാപനങ്ങളും അവരുടെ ഡേറ്റാബേസ് നിർമ്മിക്കുന്നതിനുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾക്ക് വേണ്ടി ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ ശേഖരിക്കാറുണ്ട്. വ്യത്യസ്ത രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള തന്ത്രങ്ങൾ സൈബർ കുറ്റവാളികൾ നിരന്തരം വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സാധാരണമായ ചില സൈബർ തട്ടിപ്പുകൾ വിശദമാക്കാം. ഒന്നാമത്തേത് ഫിഷിംഗ് ആണ്. വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത തട്ടിപ്പ് ഇമെയിലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിൽ മെയിലുകൾ അയച്ച് അതിലെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ പല വ്യക്തി വിവരങ്ങളും തട്ടിപ്പ് സംഘം തട്ടിയെടുക്കും. സ്മിഷിംഗ് എന്ന രീതിയാണ് അടുത്തത്. സമാനമായ ഒരു തന്ത്രം തന്നെയാണ് ഈ ഒരു സ്മിഷിംഗും. എന്നാൽ ഇവിടെ ഇമെയിലുകൾക്ക് പകരം ടെക്സ്റ്റ് സന്ദേശങ്ങളാണ് ഉപയോഗിക്കുന്നത്. മാൽവെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനോ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിടുന്നതിനോ സൈബർ കുറ്റവാളികൾക്ക് പണം അയക്കുന്നതിനോ ആളുകളെ കബളിപ്പിക്കാൻ വ്യാജ മൊബൈൽ ടെക്സ്റ്റ് സന്ദേശങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആക്രമണമാണ് സ്മിഷിംഗ്. സ്മിഷിംഗ് എന്ന പദം SMS അല്ലെങ്കിൽ ഹ്രസ്വ സന്ദേശ സേവനം, ടെക്സ്റ്റ് സന്ദേശങ്ങൾക്ക് പിന്നിലെ സാങ്കേതിക വിദ്യ, ഫിഷിംഗ് എന്നിവയുടെ സംയോജനമാണ്. അടുത്ത തട്ടിപ്പ് രീതി വിഷിംഗ് ആണ്. ഫോണിലൂടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് സ്കാമർമാർ നിയമാനുസൃത ബിസിനസ്സുകളോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളോ ആയി സംസാരിക്കുന്ന ഒരു വോയിസ് ഫിഷിംഗ് ആക്രമണമാണിത്. കേരളത്തിലടക്കം വ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ നടക്കാറുണ്ട്. അതിൻ്റെ പല വേർഷനുകളും ഓരോ ദിവസവും അരങ്ങേറുന്നുമുണ്ട്. അടുത്ത രീതി സിം സ്വാപ്പിംഗ് ആണ്. ഒരാളുടെ ഫോൺ നമ്പർ കൈക്കലാക്കുന്ന കുറ്റവാളികൾ ഉൾപ്പെടുന്ന ഐഡന്റിറ്റി മോഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഒരു രൂപമാണ് സിം സ്വാപ്പിംഗ്. കുറ്റവാളികൾ ഡേറ്റ ലംഘനങ്ങൾ, ഫിഷിംഗ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ നിന്നുള്ള മറ്റൊരു വ്യക്തിയുടെ വിവരങ്ങൾ ആൾമാറാട്ടം നടത്താനും അവരുടെ ഫോൺ നമ്പർ ഒരു പുതിയ സിം കാർഡിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശ്രമവും വിജയിച്ചു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് ആ നമ്പറിലേക്കുള്ള എല്ലാ ഇൻകമിംഗ് കോളുകളും സന്ദേശങ്ങളും സ്വീകരിക്കാൻ കഴിയും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തട്ടിപ്പ്. ഇത്തരത്തിൽ ഓൺലൈൻ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാനും അക്കൗണ്ടിലെ പണമടക്കം വിനിയോഗിക്കാനും കഴിയും. എങ്ങനെയാണ് ഇത്തരം തട്ടിപ്പുകളെ തിരിച്ചറിയേണ്ടത് എന്നതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. അജ്ഞാത കോളുകൾ, ടെക്സ്റ്റുകൾ, ഇമെയിലുകൾ എന്നിവയിൽ ജാഗ്രത പാലിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അജ്ഞാത സോഴ്സുകളിൽ നിന്നുള്ള ലിങ്കുകൾ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യുകയോ അറ്റാച്ച്മെന്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ പൂർണ്ണമായും ഒഴിവാക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ അക്കൗണ്ടുകൾക്കും ശക്തമായ പാസ്വേഡുകൾ അഥവാ ആൽഫ ന്യൂമറിക്കൽ എന്ന രീതിയിൽ അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും സിംബൽസിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനായി വേണം പാസ്വേഡുകൾ സെറ്റ് ചെയ്യാൻ. ഇത് വലിയൊരു പരിധിവരെയും പാസ്വേഡ് ഹാക്കിങ്ങിന് തടയിടുമെന്നാണ് സൈബർ വിദഗ്ധരും അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള അവരവരുടെ തന്നെ സെക്കൻഡറി മെയിൽ നൽകുവാനുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും വളരെ സുരക്ഷിതമായി ആവശ്യമുള്ളവ മാത്രം ഫോണിൽ സൂക്ഷിക്കുക. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം സ്വകാര്യ വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവെക്കുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നത് തന്നെയാണ്. എന്തായാലും എത്ര സൈബർ സെക്യൂരിറ്റി ആരൊക്കെ അവകാശപ്പെട്ടാലും ഒട്ടും സുരക്ഷിതമല്ലാത്ത സൈബർ ഹാക്കർമാർ വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. ഇത്തരത്തിൽ പല അജ്ഞാത ഫോൺ കോളുകളും ലോൺ തരാമെന്ന് പറഞ്ഞും ലോട്ടറി വിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞും പലർക്കും നിരന്തരമായി വരാറുണ്ട്. ഇങ്ങനെയുള്ള ഫോൺ വിളികൾ വരുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ പല സ്ഥലങ്ങളിൽ പല ആവശ്യങ്ങൾക്കായി നമ്മൾ തന്നെ നൽകുന്ന ഫോൺ നമ്പറുകളാണ്. അതെല്ലാം തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കിയാണ് ഈ ഫ്രോഡ് കോളുകളായിട്ടൊക്കെ നമുക്കിട്ട് തന്നെ തിരിഞ്ഞടിക്കുന്നത്.